വർഗീയമായി പറയുന്നവരെ കുറിച്ച് വലിയ ഗൗരവത്തോടെ ലീഗ് നേതാക്കന്മാർ പഠിപ്പിച്ചു. ഒരു തരത്തിലും വർഗീയമായി ചിന്തിക്കരുത്, പ്രവർത്തിക്കരുത്, അങ്ങനെ ചിന്തിക്കാൻ കഴിയരുത്. എവിടെയാണ്? മുസ്ലിം ലീഗിന്റെ ഒരുപാട് ശാഖകളുണ്ട്. CH സെന്റർ പോലെ നിരവധി തരത്തിലുള്ള ശാഖകൾ മുസ്ലിം ലീഗിനുണ്ട്. എവിടെയെങ്കിലും അത്തരത്തിലൊരു പരാമർശത്തെ കാണിക്കാൻ ഇന്നുവരെ ആർക്കും കഴിയാത്ത വണ്ണം മുസ്ലിം ലീഗ് സൂക്ഷ്മതയോടെ സമുദായത്തിനകത്ത് നിന്ന് വരുന്ന അപകടകരമായ വർഗീയ നീക്കങ്ങളെ പലരും പറഞ്ഞപ്പോഴും കോംപ്രമൈസ് ഇല്ലാതെ മുസ്ലിം ലീഗ് അവരെ എതിർത്തു. എന്തിനു വേണ്ടിയാണ്? വർഗീയപരമായി ചിന്തിക്കുന്നത്, നടക്കുന്നത് അത് ലീഗിന്റെ നിലപാടല്ല എന്നുറപ്പിച്ചു സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചു കൊണ്ടിരിക്കൂ. അതേ സമയത്തോ സമുദായം എന്ന നിലക്ക് അവരുടെ വിട്ടുവീഴ്ച ഉണ്ടായോ? ഞാൻ ചോദിക്കട്ടെ, ഈ സമുദായം എന്ന നിലക്ക് വിട്ടുവീഴ്ച ഇല്ലാത്തതിന്റെ ഗുണഫലം എന്താണ്? നിങ്ങൾ ബംഗാളിൽ പോയി നോക്കിയാൽ മതി. ഇതേ പിണറായിയുടെ മൂത്താപ്പമാർ ഭരിച്ച 35 കൊല്ലം ഭരിച്ച ബംഗാളിൽ പോയി നോക്കിയാൽ മതി. എന്താണ് അവിടുത്തെ ഒരു ജനതയുടെ സ്ഥിതി, ഒരു സമുദായത്തിന്റെ സ്ഥിതി? കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ മുസ്ലിം ലീഗ് മാത്രമല്ല, എല്ലാ സമുദായ സംവിധാനങ്ങളും അവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും എന്നാൽ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയുമായി. മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ ഈഴവന്മാരെ ശാക്തീകരിച്ചു. മന്നത്ത് പത്മനാഭൻ നായൻ സമൂഹത്തെ ശാക്തീകരിച്ചു. അയ്യങ്കാളിയെ പോലെ, ഡോക്ടർ പൽപ്പുവിനെ പോലെ നിരവധി ആളുകൾ അവരുടെ സമുദായങ്ങളുടെ വീക്കർ സെഷനുകളിൽ ഇടപെടുകയും അവരെ സമുദ്ധരിക്കുകയും ചെയ്തു. അതിന്റെ ഫലം എന്താണ്? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഈഴവ സമുദായം ഈ കണ്ട പുരോഗതി മുഴുവൻ കൈവരിച്ചത് നിങ്ങൾ മലപ്പുറത്താണ്. ഞാന് കൊല്ലത്ത് ഒരു തെരഞ്ഞെടുപ്പില് മത്സരിച്ച ഒരാളാണ്. എനിക്കറിയാം, നിങ്ങൾ മലപ്പുറത്തങ്ങാടിയിലോ അതല്ലെങ്കിൽ വടകര താലൂക്കിലോ പോയാൽ അവിടെ കാണുന്ന ഒരു വലിയ വീട്, അത് സ്വാഭാവികമായി വിദേശത്തൊക്കെ പോയി അധ്വാനിച്ചുണ്ടാക്കിയ ഒരു മുസ്ലിമിന്റെ വീടാണ്. എന്നാൽ നിങ്ങൾ കൊല്ലം നഗരത്തിൽ കോടികളുടെ വിലയുള്ള ഇടത്ത് മനോഹരമായ അമ്പുര ചുംബികളായ വീടുകൾ കാണാം. ഈഴവ സമുദായത്തിന്റെ അന്തസ്സോടെയാണ് അവർ ജീവിക്കുന്നത്. നല്ല വിദ്യാഭ്യാസമുണ്ട്. അവരുടെ മക്കൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ആരാണ് ഈ സൗകര്യം ഒരുക്കി കൊടുത്തത്? ഉറപ്പാണ് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രവർത്തനത്തിന്റെ ബാക്കി പത്രമാണ്. SNDP എന്ന് പറയുന്നത് ഒരു മഹാ ഉത്തരവാദിത്തം നിർവഹിച്ച മഹാപ്രസ്ഥാനമാണ്. അതിന്റെ തലപ്പത്തിപ്പോൾ വെള്ളാപ്പള്ളിയെ പോലെ ഒരുത്തൻ വന്നു എന്ന് ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാം ആ പ്രസ്ഥാനം നിർവഹിച്ച ഉത്തരവാദിത്തം വലുതാണ്. അത് ഗുരുദേവന്റെതാണ്. നായർ സമുദായത്തിന്റെ അവസ്ഥ എന്തായിരുന്നു സ്നേഹമുള്ളവരെ? എന്തൊരു സങ്കടമായിരുന്നു ആ സമുദായം. അവരഭിമുഖീകരിച്ച പ്രയാസം ആലോചിക്കാൻ കഴിയാത്തതായിരുന്നു. ആ നായർ കമ്മ്യൂണിറ്റിക്ക് അന്തസ്സു വാങ്ങിക്കൊടുത്തത്, അതിന് നേതൃത്വം കൊടുത്തത് മന്നത്തു പത്മനാഭനാണ്. ഞാൻ CPM-കാരോട് ചോദിക്കട്ടെ, നിങ്ങൾ നേതൃത്വം കൊടുത്ത് രക്ഷപ്പെടുത്തിയ ഒരു സമുദായത്തെ, ഒരു വിഭാഗത്തെ നിങ്ങൾക്ക് പറയാൻ കഴിയും? പിണറായിയുടെ കുടുംബത്തെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്, സമുദായത്തെ കുറിച്ചാണ്. നിങ്ങൾ രക്ഷപ്പെടുത്തിയ, നിങ്ങൾ പറയില്ല EMS ഭയങ്കര സംഭവമാണ്. എന്ത് സംഭവം സഹോദരന്മാരെ? എന്ത് സംഭവം? എവിടുത്തെ സംഭവം? ഞാൻ അറിയാണ്ട് ചോദിക്കുകയാണ്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, ഇവിടുത്തെ കരുണാകരനെ, ചേലാട്ട് അച്യുതമേനോനെ, CH മുഹമ്മദ് കോയ സാഹിബിനെയൊക്കെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവരൊക്കെ ചെയ്തതിന്റെ 100-1 EM ശങ്കരൻ. ഞാൻ നേരത്തെ പറഞ്ഞ ബഡായി ഉണ്ടല്ലോ മലയാളിയുടെ, ആ ബഡായി പോലെ നിങ്ങൾ പറയുന്നതല്ലാതെ EMS ഇവിടുത്തെ ആദിവാസി സമൂഹത്തിന് ചെയ്തു കൊടുത്ത നേട്ടം എന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അദ്ദേഹം ഏറ്റവും വലിയ ജാതിയുടെ അപ്പോസ്തലനായിരുന്നു, സവർണ മേധാവിത്വത്തിന്റെ. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു നമ്പൂതിരിപ്പാട് എന്ന ജാതി അദ്ദേഹത്തിന്റെ സവർണബോധം കൊണ്ടുവന്ന് മാത്രമല്ല, ഏലം, കുളം, മനക്കൽ പോരുമ്പോ മനയും കൂടെ കൂട്ടിയിട്ടാണ് CPM-ലേക്ക് കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് വന്നത്, ഇല്ലേ? ആ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ലക്ഷം ഇവിടുത്തെ ആദിവാസി സമൂഹം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. വെറുതെയാണോ കമ്മ്യൂണിസ്റ്റുകാരാ ഇവിടുത്തെ നക്സലേറ്റുകൾ അവർക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഘട്ടമുണ്ടാക്കിയത്? 8 നക്സലേറ്റുകളെ നിങ്ങൾ വെടിവെച്ച് കൊല്ലുമ്പോ ചോദിച്ചോ ആരോടെങ്കിലും എന്താ വിഷയം? ആദിവാസി സമൂഹത്തിന്റെ ഈ തകർച്ചയുടെ ഏറ്റവും വലിയ കാരണക്കാരൻ അവരെ വോട്ട് ബാങ്കുകളാക്കി ഉപയോഗിച്ച ഇവിടുത്തെ CPM-കാരനാണ്. ഞാൻ CPM-കാരോട് ചോദിക്കട്ടെ, നിങ്ങൾ രക്ഷപ്പെടുത്തിയെടുത്ത ഏതെങ്കിലും ഒരു സമുദായം, മുസ്ലിം സമുദായത്തിന്റെ അവകാശത്തിൽ എന്താ നിങ്ങൾ വരില്ലല്ലോ? നിങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ആ സമുദായം മുന്നോട്ട് വന്നത്. വളരെ സാമുദായികമായ പോരാട്ടത്തിന്റെ ഫലമായി വ്യത്യസ്ത ബ്ലോക്കുകളിൽ ഉണ്ടായിരുന്ന സമുദായങ്ങൾ, നായന്മാരാകാം, ഈഴവന്മാരാകാം, മുസ്ലിങ്ങളാവാം, ക്രിസ്ത്യാനികളാവാം,
എല്ലാവരും അവരവരുടെ പ്രയത്നത്താൽ ശാക്തീകരിക്കപ്പെട്ടപ്പോൾ നമ്മുടെ നാട് ഒരു മെനയിലെത്തി, ഒരു 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 രൂപത്തിലേക്കൊക്കെ വന്നു. ഇത്തിരിയെങ്കിലും കേരളത്തിന് പിടിച്ചു നിൽക്കാനായത് ആ സാമുദായിക പ്രവർത്തനങ്ങളുടെ രാഷ്ട്രീയവും സാമുദായികവുമായ മുന്നേറ്റത്തിന്റെ ഫലമാണ്. ഇതെങ്ങനെയാണ് ഈ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഇന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞത് കഴിഞ്ഞ 9 കൊല്ലമായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹത്തിന്റെ ആഴമറിയും. ഇത് പറയാനല്ലേ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്? ഇത് പറയാനല്ലേ ഞങ്ങൾ മുസ്ലിം ലീഗ് എന്ന പേര് വെച്ചത്? ഇത് പറയാനല്ലേ ഞങ്ങൾ പച്ചക്കൊടിയും പിടിച്ച് നടക്കുന്നത്? ഇത് പറയാനല്ലേ കായികമില്ലത്തെ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അഭിമാനത്തോടെ ജീവിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു പതാക തന്നേൽപ്പിച്ചു പോയത് അല്ലേ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, കഴിഞ്ഞ 9 കൊല്ലമായി കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് നിങ്ങൾ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയ നഷ്ടങ്ങളുടെ കണക്കൊന്ന് പറഞ്ഞേ പിണറായി വിജയ. നിങ്ങളെ പ്രകോപിപ്പിച്ചത് അതാണെന്ന് എനിക്കറിയാം. ആ ചോദിച്ചതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്രം നിങ്ങൾ തിരുകി കയറ്റി നഷ്ടപ്പെടുത്തിയ മുസ്ലിം സംവരണത്തിന്റെ കണക്ക് പറയാൻ പറ്റുമോ? സാമ്പത്തിക സംവരണവാദിയായിരുന്നില്ലേ എം ശങ്കരൻ നമ്പൂതിരിപ്പാട്? ആയിരുന്നില്ലേ? ഈ നാട്ടിലെ ഈഴവന്, ഈ നാട്ടിലെ ദളിതന്, ഈ നാട്ടിലെ ആദിവാസിക്ക്, ഈ നാട്ടിലെ മുസ്ലിമിന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ വേണം സംവരണം എന്ന് പറഞ്ഞപ്പോ അത് വേണ്ടെന്ന് പറഞ്ഞ നേതാവല്ലേ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് അല്ലേ? ആ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് അങ്ങനെ പറഞ്ഞ് സാമുദായിക സംവരണത്തിന് നട്ടല്ലു തകർക്കാൻ സാമ്പത്തിക സംവരണവാദം ഉന്നയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി, എന്നാൽ അത് നടപ്പിലാക്കിയത് ഏറ്റവും കൂടുതൽ പിണറായി വിജയന്റെ ഈ കാലത്താണ്. ഞാൻ ഇന്ന് പത്രക്കാരോട് പറഞ്ഞു, ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളെ. നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ഞാൻ എക്സ്പെർട്ടുകളെ കൊണ്ടുവരാം. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ SFI-കാരനെ നിങ്ങളുടെ തിരുകിക്കയറ്റി തകർത്ത സംവരണം ഒരു ഭാഗത്ത്, മറുഭാഗത്തോ സംവരണത്തെ പൂർണ്ണമായി അട്ടിമറിച്ചു തകർത്തിയ സംവരണം വേറെ ഒരു ഭാഗത്ത്. എന്തുമാത്രം വലിയ തകർച്ചയാണ് നിങ്ങൾ ഈ രാജ്യത്തുണ്ടാക്കിയത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഇത് തിരിച്ചു പിടിച്ചു കൊടുക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത്, ഈ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയോട് നിങ്ങൾ കാണിക്കുന്ന അവഗണനയുടെ കണക്ക് ഞാൻ പറഞ്ഞു. താലൂക്കുകളുടെ, മണ്ഡലങ്ങളുടെ, വില്ലേജ് ഓഫീസുകളുടെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ മലപ്പുറത്തിന്റെ പകുതിയോളം ജനസംഖ്യയില്ലാത്ത ഒരു ജില്ലയിൽ അവിടുത്തെ വില്ലേജ് ഓഫീസുകൾ 250, 300 ആകുമ്പോ ഈ മലപ്പുറം ജില്ലയിൽ അത് 100 ചില്ലാനമാകുന്നതിന്റെ കണക്കെന്താണ്? എന്താ അതിന്റെ കണക്ക്? നിങ്ങൾ നിരന്തരമായി ഇവർക്ക് ഇവിടെ ഈ കഴിഞ്ഞ 9 കൊല്ലം എത്ര കോഴ്സുകൾ ഇവിടെ? ഞാൻ ചോദിക്കുന്നത്, ഈ സമുദായത്തിന് നിങ്ങൾ വളരെ പ്ലാൻ ചെയ്ത് നിങ്ങൾ കൊടുക്കുന്ന ഈ ആനുകൂല്യങ്ങളിൽ മയങ്ങുന്ന കുറെ ആളുകളെ വെച്ച് സമുദായത്തിന് മുഴുവൻ വില പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ 9 കൊല്ലം. പലരെ നിങ്ങൾ മയക്കി കടത്തി. മുഖ്യമന്ത്രി ഒന്ന് വിളിക്കുമ്പോഴേക്കും തരളിതമായി പോകുന്ന ചില നേതൃത്വത്തെ നിങ്ങൾ അങ്ങ് കയ്യിലിട്ട് അമ്മാനമാടി കൊണ്ടു നടന്നു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആരൊക്കെ തരളിതമായി പോയാലും, ആരൊക്കെ രോമാഞ്ചം പിടിച്ച് വികാര വിജൃംഭിതമായാലും, സമുദായത്തിന് തലമുടിനാരിയുടെ അവകാശം നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചു പിടിക്കാൻ CHന്റെ മക്കൾ, വാഫക്കി തങ്ങളുടെ മക്കൾ, പൂക്കോയ തങ്ങളുടെ മക്കൾ, ഖായിദമില്ലത്തിന്റെ മക്കൾ ജാഗ്രതയോടെ ഇവിടെ ഉണ്ടാകും. അതിന് നിങ്ങൾ വർഗീയമെന്ന് വിളിച്ചാൽ, നിങ്ങൾ KM ഷാജിയെയും ലീഗിനെയും മാത്രം വർഗീയമെന്ന് പറഞ്ഞാൽ മതിയാവില്ല. മന്നത്ത് പത്മനാഭനെ വിളിക്കേണ്ടി വരും, മഹാനായ ഗുരുദേവനെ വിളിക്കേണ്ടി വരും, നിങ്ങൾ അയ്യങ്കാളിയെ വിളിക്കേണ്ടി വരും. നിങ്ങളോട് ഞാനിന്ന് പറയുമ്പോ ചോദിച്ചു, പാർലമെന്റിൽ കഴിഞ്ഞ 2024 ജൂലൈയിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു ചോദ്യമുണ്ട്. ഹൽവ സെഷൻ പാർലമെന്റിൽ ഉണ്ടാകും, പ്രീ ബജറ്റ് വേളയിലാണത്. ആ സമയത്ത് രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കിയിട്ട് എവിടെയാണ് ഈ രാജ്യത്തിന്റെ 90%? എവിടെ? അവരെവിടെയാണ്? അവരെ കാണില്ലല്ലോ. 90% വരുന്ന SC ST മുസ്ലിങ്ങൾ, പിന്നോക്ക വർഗങ്ങൾ, അവരെവിടെയാണ്? ഇവിടെ 2% പോലുമില്ല. 2 പേരുണ്ടായിരുന്നു ഇവിടെ, ഫോട്ടോയിൽ അവരില്ല. രാഹുൽ ഗാന്ധി വർഗീയവാദിയാ? രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിലെ പിന്നോക്ക വർഗങ്ങൾക്ക് വേണ്ടി സംസാരിച്ചവൻ വർഗീയവാദിയാ ആണോ? എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ഭാഷയിലാവാം. ഞങ്ങൾക്ക് ഈ രാജ്യത്തിലെ പിന്നോക്ക വർഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് മറ്റൊരു വിഭാഗത്തെയും വേദനിപ്പിച്ചുകൊണ്ടല്ല, ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ, ഇത് നൗഷാദ് ഉണ്ടായിരുന്നല്ലോ, മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയിരിക്കുമ്പോ അന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റാണ്. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ സമരം നയിക്കുമ്പോൾ ഒരു നിർണായകമായ ഘട്ടത്തിലാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കണ്ണൂരിലേക്ക് പോകുന്നത്.
യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. പലയിടത്തും യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ ഭീകരമായ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ ശാരീരിക ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അങ്ങ് മാഹിയുടെ അടുത്ത് കാസിംക പള്ളിയിലേക്ക് രാവിലെ പോവുകയാണ്. കാസിംകയെ പള്ളിക്ക് പോകുന്ന വഴിയിൽ തടഞ്ഞു നിർത്തി കാലിന്റെ ചിരട്ട അടിച്ചു പൊട്ടിച്ചു ഈ സമുദായത്തിൽപ്പെട്ട ചില വർഗീയ ഭീകരവാദികൾ. അത്രമേൽ അതിക്രമങ്ങൾ. അൻവറാജി ആക്രമിച്ചു. ഞങ്ങളുടെ വടകര മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹിയായിരുന്ന ആ ജാഫറിനെ ആക്രമിച്ചു. കൊല്ലാതെ തലമുടിനാരിടക്ക് രക്ഷപ്പെട്ടു. അതിക്രമങ്ങൾ ഈ മഞ്ചേരിയിൽ എത്ര ഏതെല്ലാം തരത്തിൽ ആ അതിക്രമങ്ങൾ ഏറ്റുവാങ്ങുന്ന സമയത്ത് ഞാൻ മത്സരിക്കുന്നത് കൊണ്ട് ഞാൻ ഹൈദരലി തങ്ങളോട് പെർമിഷൻ എടുത്തു. ഞാൻ മത്സരിക്കുന്നത് കണ്ണൂരാണ്. എനിക്ക് അവിടെ പറയേണ്ടി വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഒരൊറ്റ തീവ്രവാദികളുടെയും വോട്ടില്ലാതെ ഞങ്ങൾ മത്സരിക്കുമെന്ന്. മത്സരിച്ചു. ഞാൻ ചോദിക്കട്ടെ CPM-കാരോട്, ഞങ്ങള് ഏറ്റവും വലിയ പോരാട്ടം നടത്തിയത് ഈ സമുദായത്തിനകത്തു നിന്ന് വന്ന തീവ്രവാദികൾക്കെതിരെയാണ്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ അകം ശുദ്ധീകരിക്കാതെ പുറത്ത് സംസാരിക്കുന്നതിൽ ആ ഭംഗിയുണ്ട്, അത് ശരിയല്ല എന്ന് വിശ്വാസമുള്ളവരായിരുന്നു. ഞങ്ങൾ പോരാട്ടം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെയാണ് PDP വന്നത്, ഞങ്ങൾക്കെതിരെയാണ് INL വന്നത്. ഞങ്ങൾക്കെതിരായി അന്ന് മുതൽ ഇന്ന് വരെ ഐഡിയോളജിക്കലായി മുസ്ലിം ലീഗിന്റെ വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ ഐഡിയോളജി ജമാഅത്തെ ഇസ്ലാമിയാണ്. ഞങ്ങൾക്കെതിരെയാണ് SDPI വന്നത്. ഞങ്ങൾക്കെതിരെ വരാത്ത ഏത് സംഘടന, ആരൊക്കെ, എന്തിന് ഞങ്ങൾ ഈ രാജ്യത്ത് പറയുന്നത് മതേതരത്വമാണ്, മതസൗഹാർദ്ദം പറയരുത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിൽ ഏതെങ്കിലും ഒരു നേതാവ് എന്ന് ഞാൻ ചോദിക്കുന്നില്ല, നേതാവ് പറയില്ല. സാധാരണ ഒരു ശാഖാ കമ്മിറ്റിയുടെ ഒരു പ്രവർത്തകൻ അവന്റെ ശാഖാ മീറ്റിംഗിനകത്ത് വർഗീയമായി സംസാരിച്ചതിന്റെ ഒരു ചെറിയ റെക്കോർഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുത്തു കാണിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, RSS എത്ര കാലമായി പ്രവർത്തിക്കുന്നു ഇവിടെ? എന്തെല്ലാം പ്രയോഗങ്ങൾ നടത്തി. എന്നിട്ട് RSSന് മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു ശാഖയിലെ ഒരു ശാഖാ കമ്മിറ്റിയുടെ ഭാരവാഹി പറഞ്ഞ ഒരു വർഗീയ പ്രസംഗം പുറത്തു കൊണ്ടുവരാൻ ഇന്ന് വരെ സാധിച്ചിട്ടുണ്ടോ? എന്തേ സാധിക്കാത്തത്? ഞങ്ങളുടെ രാഷ്ട്രീയ ഐഡിയോളജി അതല്ല, മനുഷ്യരെ തമ്മിൽ തല്ലിക്കാനുള്ളതല്ല, അവർക്ക് വേണ്ടി സൗഹൃദത്തോടെ നന്മയോടെ കൂടെ നിൽക്കാനുള്ളതാണ്. ഒരു മുസ്ലിമിന് ഒരു സമുദായം എന്ന നിലക്ക് അവന്റെ അവകാശങ്ങൾ വേണമെന്ന് പറയുന്ന പോലെ തന്നെ അവൻ ഈ രാഷ്ട്രത്തിന് വേണ്ടി കൂടെ അതിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാവേണ്ടവനാണ് എന്ന് പഠിപ്പിച്ചത് ജീവിതം കൊണ്ട് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. സ്വന്തം മകനെ ഇന്ത്യയുടെ പട്ടാളത്തിലേക്ക് പറഞ്ഞുവിടാൻ ഇന്ദിരാഗാന്ധിക്ക് കത്തെഴുതി കൊടുത്ത മനുഷ്യന്റെ പേരാണ് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന്, ലീഗിന്റെ നേതാവെന്ന്. അറിയോ നിങ്ങൾക്ക്? ഞങ്ങൾ അത്രമേൽ സുതാര്യതയോടെ കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുക ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി പറഞ്ഞതാണ്. കുഴപ്പമെങ്കില് പിണറായി വിജയ, AK ബാലേട്ട, ഒരു കാര്യം മനസ്സിലാക്കിക്കോങ്ങള്, കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിന്നെ AK ബാലൻ പിന്നെ എന്താന്ന് വെച്ചാൽ, ബാലേട്ടൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ അദ്ദേഹം മറ്റ് CPM-കാരെ പോലെ ഒരു അപകടം പിടിച്ച ആളൊന്നുമില്ല. അത്രയൊന്നും ഈ ദുഷ്ടത കുറവാണെങ്കിലും വിവരക്കേട് കൂടുതലുള്ള ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്യുക വെച്ചാൽ അദ്ദേഹം ചിലപ്പോൾ സത്യം പറഞ്ഞു പോകും. അദ്ദേഹം ഇന്നലെ എനിക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ പറയാണ്, 9 കൊല്ലം കൊണ്ട് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് ഭരണം കിട്ടിയാൽ തിരിച്ചു പിടിക്കുമെന്ന്. എന്റെ ബാലേട്ടാ, മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് മാത്രമല്ല, കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് മുഖ്യമന്ത്രി അടക്കം അടിച്ചു മാറ്റി കൊണ്ടുപോയത് തിരിച്ചു പിടിക്കണം എന്നെ ഞങ്ങൾ പറയണത്. അതിന് കോംപ്രമൈസ് ഒന്നും പറ്റൂല, അതിനൊരു കോംപ്രമൈസും ഇല്ല. തിരിച്ചു കൊണ്ടുപോയി വെക്കണം. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നഷ്ടപ്പെടുത്തിയത് തിരിച്ചു പിടിച്ചു കൊടുക്കാൻ തന്നെയാണ് ഞങ്ങള് രാഷ്ട്രീയമായി സംഘടിക്കുന്നു എന്ന് പറയുന്നത്. അത് മുസ്ലിം ലീഗിന്റെ വഴിയാണ്, രാഷ്ട്രീയമായ വഴിയാണ്. ആ വഴിയിലാണ് ഇന്ത്യയുടെ ജനാധിപത്യവും ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഒരൊറ്റ കാര്യം CPM-കാരോട് ചോദിക്കുന്നത്, നിങ്ങളിപ്പോ ഈ ഭൂരിപക്ഷ പ്രീണനത്തിന്റെ വലിയ തിരക്കിലാണ് നിങ്ങളെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അതിന്റെ മറവില് ഭൂരിപക്ഷ പ്രീണനം, ഇപ്പൊ CPM പറയുന്ന ഒരു കാര്യപ്പെട്ട ന്യായം എന്താ അറിയോ? ഞാൻ അത് പറഞ്ഞു. എന്താ ന്യായം എന്നറിയോ? ഞങ്ങള് BJP-യിലേക്ക് ഹിന്ദുക്കൾ പോവാതിരിക്കാൻ ഞങ്ങള് CPM പ്രവർത്തിക്കുന്നു എന്നാണ്. ഇവിടുത്തെ ഹിന്ദുക്കള് BJP-യിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ CPM-കാരാ അവരൊക്കെ വളരെ മോശക്കാരാണ് എന്നല്ലേ ഞങ്ങൾ പറയുന്നത്? ഞങ്ങൾക്ക് ആ വിശ്വാസമില്ല. ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, BJP-യിലേക്ക് ഇവിടുത്തെ ഹിന്ദുക്കൾ പോകാതിരിക്കാനാണ് ഞങ്ങൾ പണിയെടുക്കണമെന്ന് പറഞ്ഞ സഖാക്കളോട് പറയട്ടെ, അതിന് നിങ്ങൾ വേറൊരു BJP ഉണ്ടാക്കുക വേണ്ട?
അതാണോ ചെയ്യേണ്ടത്? അതാണോ നിങ്ങളുടെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ നിലപാട്? BJP-യേക്കാൾ വലിയ വർഗീയത പറയുക, BJP-യേക്കാൾ വലിയ ന്യൂനപക്ഷ അതിക്രമങ്ങൾ നടത്തുക, BJP-ക്കെതിരെ എന്താണ് അതിന് ഏറ്റവും വലിയ ആക്രമണങ്ങൾ നടത്തുക, ഇതാണോ നിങ്ങൾ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നത് ന്യായമാണോ? എനിക്ക് രസമുള്ള ഒരു കാര്യം അതല്ല. CPM-ന്റെ ചൊറി നമുക്ക് മനസ്സിലാവും. അവരുടെ ഒരു കാര്യം, അവർക്ക് മുസ്ലിം ലീഗിനെ കിട്ടില്ല എന്ന ഏകദേശം ബോധ്യം അവർക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ കിട്ടില്ല എന്ന് വന്നപ്പോ പിന്നെ ലീഗിനെ ആക്ഷേപിക്കുക, വർഗീയം എന്ന് പറയലാണ് സുഖം. ഷാജി വർഗീയവാദിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഷാജി ഒന്നും മിണ്ടൂല എന്നവരെ വിചാരം, പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. ആ പേടിയൊന്നുള്ള ആളുകളല്ല മുസ്ലിം ലീഗുകാർ. വർഗീയത പറഞ്ഞിട്ട് ഞങ്ങളിപ്പോ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഏത് CPM പറഞ്ഞപ്പോഴാണ് ഈ വർഗീയത എന്ന്. എന്റെ ചങ്ങായി 948 മുതൽ ഞങ്ങളിത് കേൾക്കാൻ തുടങ്ങിയതാണ്. കേട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. പ്രവർത്തിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ എന്താണെന്ന് തെളിയിച്ചത്. അങ്ങനെ തന്നെയാണ് CPM-കാരാ ഞങ്ങളെ ഒരു മുന്നണിയിൽ കൂട്ടാൻ വേണ്ടി ആഫീസിന് മുമ്പിൽ നിങ്ങളടക്കമുള്ളവർ കാത്തുകെട്ടിക്കിടക്കുന്ന പൊതുരാഷ്ട്രീയത്തിലേക്ക് ഞങ്ങൾ വന്നത് പ്രവർത്തിച്ചിട്ടു തന്നെയാണ്. CPM-ന്റെ രാഷ്ട്രീയം ഞങ്ങൾക്ക് മനസ്സിലാകും. വേറെ ചില ആൾക്കാർക്ക് അതിനേക്കാൾ വലിയ ചോർച്ചിലാണ്. എന്താ അവർ പറയുന്നത് വെച്ചാൽ, ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, വളരെ കൃത്യമായിട്ടാണ് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞത് എന്ന് വെച്ചാൽ എന്താണ് ഇപ്പോ CPM-ന്റെ ഭൂരിപക്ഷ പ്രീണനയുടെ ഒരു രാഷ്ട്രീയമുണ്ട്. അമൃതാനന്ദമയ്യെ പോയിട്ട് കെട്ടിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞ് സജി ചെറിയാൻ പിടിച്ചോണ്ടാണ്. അമൃതാനന്ദമയ്യയുടെ രാഷ്ട്രീയത്തെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസത്തെ സ്വീകരിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? അവരൊക്കെ നന്നാക്കല ലീഗിന്റെ പണി. അവരോട് നിങ്ങൾ പോകരുതെന്ന് പറയല ലീഗിന്റെ പണി. അവരെ വിമർശിക്കലാണോ ലീഗിന്റെ പണി? അതല്ലല്ലോ. ആ വിശ്വാസം അവിടെ ഉണ്ട്. ആയിക്കോട്ടെ, എന്റെ പ്രശ്നം അതല്ല. ഈ സജി ചെറിയാൻ എന്ന് പറയുന്ന ആൾ DYFIയുടെ നേതാവായിരുന്നു ഒരു 20 വർഷം മുമ്പ്. അന്ന് DYFI കേരളത്തിൽ വിളിച്ച മുദ്രാവാക്യം അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും ആൾ ദൈവത്തിനുമെതിരെ എന്നാണ്. ആ ക്യാമ്പയിൻ നയിച്ച കക്ഷിയാണ്. എന്നിട്ട് ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ വീട്ടിലേക്ക് പോയിട്ട് നാട്ടിൽ കുഴപ്പവും പ്രശ്നങ്ങളും ഉണ്ടാക്കിയപ്പോ UDF ഗവൺമെന്റ് അങ്ങനെ മനുഷ്യരെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. ഒരുപടി DYFIക്കാർക്ക് പരിക്ക് പറ്റി. DYFIക്കാരൻ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് ബാക്കിൽ തപ്പി വെക്കാൻ മതി. പണ്ടത്തെ അടിയുടെ മുട ഇപ്പോഴും കിടക്കുന്നുണ്ടാവും. ഈ സജി ചെറിയാനും അടി കിട്ടിയിട്ടുണ്ട്. ആ സജി ചെറിയാൻ ഏത് ആൾ ദൈവത്തിനെതിരെ സമരം നടത്തി അടി കിട്ടിയ സജി ചെറിയാൻ അമൃതാനന്ദമയ്യെ കെട്ടിപ്പിടിക്കാൻ പോകുമ്പോ ഞാൻ പറഞ്ഞെന്താ അറിയോ? അമ്മേ സൂക്ഷിക്കണം, കള്ളനാണ് ഇവൻ, നിങ്ങൾക്കെതിരെ പ്രസംഗിച്ചോണ്ടാണ്. ഇപ്പോഴും ഉള്ളിൽ നേരുള്ളവനല്ല. ഇപ്പോഴും അവന്റെ മനസ്സിനകത്ത് സത്യല്ല, നിങ്ങളോടുള്ള സ്നേഹമല്ല, മറിച്ച് വോട്ടാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞു, അമൃതാനന്ദമയ്യെ കെട്ടിപ്പിടിക്കുമ്പോഴും നിങ്ങൾ യാറത്തിൽ പോയി മുണ്ടിട്ടാലും ഞാൻ പറയുന്നത് സജി ചെറിയാനെ കുറിച്ചാണ്. അതിങ്ങനെ പറഞ്ഞു വന്നപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു, കേരളത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ആളുകളെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഒരു 10-20 കൊല്ലത്തിനിടയിൽ ഒരു സ്റ്റാഗ്നേഷൻ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനകത്ത് വരുത്താതെ ഈ കാലഘട്ടം സമുദായത്തിനകത്ത് വലിയ പിളർപ്പുകൾ ഉണ്ടായ കാലഘട്ടമാണ്. വലിയ പിളർപ്പുകൾ എല്ലാ വലിയ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കകത്ത് പോലും, വലിയ സാമുദായിക പ്രസ്ഥാനങ്ങൾക്കകത്ത് പോലും വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. ഒരു സ്റ്റാഗ്നേഷൻ ഈ പിളർപ്പ് കൊണ്ട് സമുദായത്തിന് ഉണ്ടായില്ല എന്നൊന്നും പറയാൻ ഞാനാളല്ല. ആ പിളർപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്.